ഒരാളെന്ന നിലയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആഭ്യന്തര വിഷയങ്ങളിൽ മാത്രമാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഈ നടന്ന വാദകോലാഹലങ്ങളൊക്കെ. സ്വാഭാവികമായി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തന്നെ ആലോചിച്ച് നേതൃതലത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വം അതിന് അവസരം തരുമ്പോൾ ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണുകയും വേണമെന്നതാണ്. ഇന്നലെ പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട വലിയ സമുന്നതരായ നേതാക്കന്മാരെ കണ്ടു. പാണക്കാട് കുടുംബത്തിൽ തന്നെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള, അതുപോലെ യൂത്ത് ലീഗ് പ്രസിഡന്റ് ബഹുമാനായ മനോഹർ അലി ശിഹാബ് തങ്ങളടക്കമുള്ള, ദേശീയ വൈസ് പ്രസിഡന്റ് മനോഹർ അലി ശിഹാബ് തങ്ങളടക്കമുള്ള നേതാക്കളുമായി സംസാരിച്ചു. അതുമായി ഞങ്ങൾ ഇന്നലെ എൻ്റെ മുമ്പിലുള്ള എൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളുമൊക്കെ അവരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു. എന്താണ് എനിക്ക് പറയാനുള്ളത്? ആ വിഷയങ്ങളൊക്കെ അവർ വളരെ ഗൗരവപൂർവ്വം തന്നെ കേൾക്കുകയും വളരെ അനുകൂലമായ രീതിയിൽ തന്നെ അതിനോടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനിയും ഞങ്ങളുടെ പാർട്ടിയുടെ സമുന്നതരായ ഒട്ടേറെ നേതാക്കളുണ്ട്. ആ നേതാക്കളുമായൊക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട്. അങ്ങനെ പാർട്ടിക്കകത്ത് തന്നെയുള്ളൊരു വിഷയം എന്നുള്ള രീതിയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. അതിനപ്പുറം മറ്റേതാളുകൾ എന്ത് പറയുന്നു എന്നത് എൻ്റെ മുമ്പിലുള്ള വിഷയമല്ല. അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എൻ്റെ ഒരു നിലപാട്. ഈ കാര്യം തുടക്കത്തിൽ തന്നെ ആവാമായിരുന്നില്ലേ? ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു? നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നില്ലേ? അല്ലാതെ പല മാധ്യമങ്ങളും ഈ കാലഘട്ടത്തിൽ ലീഗിൽ തുടരാനുള്ള ഒരു തീരുമാനമാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി നേരത്തെയും പറഞ്ഞിരുന്നത്. ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതാണ് തത്സമയം നിങ്ങൾ കണ്ടത്.